സംസ്ഥാനത്ത് മന്ത്രിമാർ അധികാരമേറ്റതിന് പിന്നാലെ ചർച്ചാ വിഷയമാകുന്നത് ഔദ്യോഗിക വാഹനങ്ങളുടെ നമ്പറുകളിൽ നിന്ന് 13 ഒഴിവാക്കിയതിനെ കുറിച്ചാണ്. എന്തുകൊണ്ടാണ് 13 എന്ന സംഖ്യയെ ഇത്രത്തോളം ഭയപ്പെടുന്നത്? ഈ ഭയത്തിന് ശാസ്ത്രീയമായി എന്തെങ്കിലും വസ്തുതയുണ്ടോ? നോക്കാം. ലോകമെമ്പാടും അന്ധവിശ്വാസങ്ങളുടെയും ഭയത്തിന്റെയും പ്രതീകമായാണ് 13 എന്ന സംഖ്യയെ കാണുന്നത്. ട്രൈസ്കൈഡക്കാഫോബിയ എന്നാണ് 13നോടുള്ള ഈ അകാരണമായ ഭയത്തെ ശാസ്ത്രീയമായി വിളിക്കുന്നത്. ഈ സംഖ്യയെക്കുറിച്ച് ചരിത്രപരമായ ചില വിശ്വാസങ്ങളുമുണ്ട്. ബൈബിളിലെ അന്ത്യത്താഴത്തിൽ 13 പേർ പങ്കെടുത്തതും അതിൽ യേശുവിനെ വഞ്ചിച്ച യൂദാസ് 13മനായിരുന്നുവെന്നും വിശ്വസിക്കപ്പെടുന്നു. പാശ്ചാത്യ രാജ്യങ്ങളിൽ വെള്ളിയാഴ്ചയും 13-ാം തീയതിയും ഒരേ ദിവസം വരുന്നത് വലിയ ദുശകുനമായാണ് കരുതുന്നത്. ഇക്കാരണത്താൽ തന്നെ ലോകത്തിലെ ഭൂരിഭാഗം സ്ഥലങ്ങളിലും ബഹുനില കെട്ടിടങ്ങളിലും ഹോട്ടലുകളിലും ആശുപത്രികളിലും 13-ാം നമ്പർ മുറിയോ 13-ാം നിലയോ ഒഴിവാക്കാറുള്ളത് പതിവാണ്. ഹൊറർ സിനിമകളിലും മറ്റും ഈ സംഖ്യ ദുരന്തങ്ങളുടെ പ്രതീകമായാണ് വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നത്. ഇത്തരത്തിൽ വിശ്വാസങ്ങൾ പലതുണ്ടെങ്കിലും ലോകമെമ്പാടും 13 എന്ന സംഖ്യ ദൗർഭാഗ്യത്തിന്റെ പ്രതീകമായാണ് കരുതിപ്പോരുന്നത്. സംഖ്യാജ്യോതിഷ പ്രകാരം 1+3=4 എന്നുള്ളത് രാഹുവിന്റെ സംഖ്യയാണെന്നാണ് വിശ്വാസം. ദുരിതങ്ങളുടെയും കഷ്ടപ്പാടിന്റെയും സൂചനയാണ് ഈ സംഖ്യയെന്നും വിശ്വസിക്കപ്പെടുന്നു. 13 എന്ന സംഖ്യയുടെ ദൗർഭാഗ്യത്തിൽ വിശ്വസിക്കുന്നവരും വിശ്വസിക്കാത്തവരുമുണ്ട്. സംഖ്യാശാസ്ത്ര പ്രകാരം 12 ഏറ്റവും ഭാഗ്യമുള്ള സംഖ്യയാണ്. പൂർണ്ണത നിറഞ്ഞ ഈ 12-ൽ 1 കൂടുന്നത് അപൂർണതയായാണ് കരുതപ്പെടുന്നത്. പേരിൽ 13 അക്ഷരങ്ങൾ വരുന്നതും ദൗർഭാഗ്യമായി കരുതപ്പെടുന്നു. 13 എന്നാൽ പൊതുവെ ദുരിതസൂചകമായ സംഖ്യയെന്നാണ് പറയപ്പെടുന്നതെങ്കിലും 13-ാം തീയതി ജനിച്ചവർക്ക് ഈ സംഖ്യ ദോഷകരമല്ല എന്ന വാദവുമുണ്ട്. 13 എന്ന സംഖ്യയോടുള്ള പേടിയും ഈ അന്ധവിശ്വാസങ്ങളും എങ്ങനെയാണ് ഉണ്ടായത് എന്ന് വിശദീകരിക്കുന്ന ധാരാളം സിദ്ധാന്തങ്ങളുമുണ്ട്. ഈ സിദ്ധാന്തങ്ങൾ മതവിശ്വാസങ്ങൾ, ചരിത്ര സംഭവങ്ങൾ, സാംസ്കാരിക ആചാരങ്ങൾ എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ളവയാണ്. ഈ അന്ധവിശ്വാസത്തിന്റെ ഉത്ഭവം പുരാതന ബാബിലോണിൽ നിന്നാണെന്നാണ് ചില ചരിത്രകാരന്മാർ വിലയിരുത്തലുകൾ നടത്തിയിട്ടുള്ളത്. ബാബിലോണിയൻ വിശ്വാസമനുസരിച്ച് 13 എന്ന സംഖ്യ മരണത്തോടും മരണാനന്തര ജീവിതത്തോടും ബന്ധപ്പെട്ടിരിക്കുന്ന ഒന്നാണ്. നോർസ് പുരാണങ്ങളിൽ ഒരു വിരുന്നിലെ 13-ാമത്തെ അതിഥിയായിരുന്നു ലോകീദേവൻ. ഈ വിരുന്നിനിടെ ലോകീദേവൻ വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്നാണ് പറയപ്പെടുന്നത്. ഇതോടെ 13 ഒരു നിർഭാഗ്യകരമായ സംഖ്യയാക്കി കണക്കാക്കി തുടങ്ങിയെന്നാണ് വിശ്വാസം. ക്രിസ്ത്യൻ പാരമ്പര്യത്തിൽ 13 എന്ന ഭയം പലപ്പോഴും അവസാനത്തെ അത്താഴവുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഈ അത്താഴത്തിൽ യേശു ക്രൂശിക്കപ്പെടുന്നതിന് മുൻപ് അവന്റെ 12 ശിഷ്യന്മാരും ചേർന്ന് ഭക്ഷണം കഴിക്കുവാൻ ഒത്തുകൂടി. യേശുവിനെ ഒറ്റുകൊടുത്ത യൂദാസ് ഇസ്കാരിയോത്ത് 13-ാമത്തെ അതിഥിയായിരുന്നുവെന്ന് ബൈബിൾ പറയുന്നു. വിശ്വാസവഞ്ചനയും മരണവുമായുള്ള ഈ ബന്ധം 13 ഒരു നിർഭാഗ്യകരമായ സംഖ്യയാണെന്ന ആശയം ശക്തിപ്പെടുത്തി. ഒരു കാലത്ത് യൂറോപ്പിലാകമാനം മതശുദ്ധീകരണത്തിന്റെ പേരിൽ കത്തോലിക്ക സഭ കുരിശുയുദ്ധങ്ങൾക്ക് തുടക്കം കുറിച്ചിരുന്നു. 1119 സ്ഥാപിതമായ ഒരു കത്തോലിക്ക സൈനിക സംഘമാണ് നൈറ്റ്സ് ടെംപ്ലർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. കത്തോലിക്ക മതവിശ്വാസികളല്ലാത്തവരെയും കത്തോലിക്ക സഭയെ എതിർക്കുന്നവരെയും ഉന്മൂലനം ചെയ്യാനാണ് ഇവർ നിയോഗിക്കപ്പെട്ടിരുന്നത്. ഒപ്പം യുദ്ധത്തിനാവശ്യമായ പണം കണ്ടെത്തുന്നതിന് അവർ ഒരു പണ ഇടപാട് രീതി പുതുതായി കൊണ്ടുവരികയും ചെയ്തു. ഇത് പിന്നീട് ബാങ്കിങ്ങിന്റെ ആധുനിക പതിപ്പായി കണക്കാക്കപ്പെട്ടു. ഈ ബാങ്കിംഗ് സംവിധാനം അന്ന് ഏറെ പ്രചാരം നേടുകയും അക്കാലത്തെ പ്രബലരായ പലരും ഇവരിൽ നിന്ന് പണം വായ്പയെടുക്കുകയും ചെയ്തു. എന്നാൽ ഇത്തരത്തിൽ പണം വായ്പയെടുത്ത് തിരിച്ചടവ് മുടങ്ങിയ ഫ്രാൻസിലെ ഫിലിപ്പ് 4-ാമൻ രാജാവ് നൈറ്റ്സ് ടെംപ്ലറിനെ ഇല്ലാതാക്കാൻ ശ്രമം ആരംഭിച്ചു. ഒടുവിൽ 1307 ഒക്ടോബർ 13-ന് വെള്ളിയാഴ്ച ദിവസം നൈറ്റ്സ് ടെംപ്ലേഴ്സിനെ അദ്ദേഹം അറസ്റ്റ് ചെയ്തു. പിന്നീട് ലോകമെങ്ങും ക്രിസ്തുമത വിശ്വാസം പ്രചരിപ്പിക്കപ്പെട്ടപ്പോൾ 13 എന്നത് ഒരു നിർഭാഗ്യ സംഖ്യയാണെന്ന അന്ധവിശ്വാസവും പ്രചാരണം നേടി. ഇത്തരത്തിലുള്ള ചില മിഥ്യാധാരണകൾ മാറ്റിവെച്ചാൽ മറ്റേതൊരു സംഖ്യയും പോലൊരു സംഖ്യ മാത്രമാണ് 13. ചരിത്രത്തിലും വിശ്വാസങ്ങളിലും പല അനിഷ്ട സംഭവങ്ങളും ദുരന്തങ്ങളും ഉണ്ടായത് 13 എന്ന തീയതിയിലും വെള്ളി എന്ന ദിവസത്തിലുമായതാകാം ഇത്തരം വിശ്വാസങ്ങൾക്ക് ഒരു പരിധിവരെയെങ്കിലും കൂടുതൽ പ്രചാരമുണ്ടാകാൻ കാരണം. ഈ ദിവസം ചെയ്യുന്ന ശുഭകാര്യങ്ങൾക്ക് വിപരീത ഫലമുണ്ടാകുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇത്തരം വിശ്വാസങ്ങൾ മധ്യകാലഘട്ടത്തിലും ഉണ്ടായിരുന്നതായി ചരിത്രം പറയുന്നു. എന്നാൽ ഈ വിശ്വാസത്തിന് പിന്നിലെ കാരണങ്ങൾ പലത് പറയുന്നുവെങ്കിലും ഇതിന്റെ ഉത്ഭവം ഇന്നും അജ്ഞാതം തന്നെയാണ്.